ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ടൊവിനോ തോമസും കയാതു ലോഹറും വിജയരാഘവനും വേറെയും ഒരുപാട് സീനിയറായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അണിനിരക്കുന്ന ഏറ്റവും പുതിയ സിനിമ പള്ളിച്ചട്ടമ്പി തിയേറ്ററിൽ പോയി കണ്ടു. ഇന്ന് വിഷു ദിനമാണ്. ഹാപ്പി വിഷു. ഞാൻ തിരുവനന്തപുരത്ത് ലുലു മോളിലാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അടുത്ത സിനിമ ഇവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്ത് വരാനുള്ളൊരു സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പള്ളിച്ചട്ടമ്പി എങ്ങനെയുണ്ട് എന്നോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ ട്രെയിലർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിജോയും ടൊവിനോയും ഒക്കെ ഒരുമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പിന്നെ കുറച്ച് സസ്പെൻസ്, കുറേ കാര്യങ്ങളൊക്കെ പലരും എയറിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയില്ലേ, ആ സിനിമയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഫീൽ ചെയ്തത്. കുറേയും കൂടി വേണമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ശ്രമങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് ഫീൽ ചെയ്തത്. ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും എന്നിൽ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി സംസാരിക്കുമ്പോഴാണെങ്കിലും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണത്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വിമർശനങ്ങൾ എറിയുന്നത് പോലെ കാണിച്ചിട്ട് അവസാനം ആകുമ്പോഴേക്കും ആരെയും വേദനിപ്പിക്കാതെ പോകുന്നൊരു സിനിമയാണത്. കുറേ കാര്യങ്ങൾ പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഒരു തരക്കേടില്ലാതെ പറഞ്ഞു പോകുന്നൊരു സിനിമ, അത്രയേ ഉള്ളൂ എനിക്ക് പള്ളിച്ചട്ടമ്പി. ഇനി നമുക്ക് പെറുക്കി പറയാനാണെങ്കിൽ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൊവിനോ വന്നു കഴിയുമ്പോൾ അതുവരെയും സ്ക്രീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമോചന സമരത്തിന് തൊട്ട് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഈ ജന്മിത്വത്തിന് കീഴിൽ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് കാണിക്കുമ്പോൾ സ്ഥിരം അഭിനേതാക്കളുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അയ്യോ തമ്പ്രാൻ വരുന്നു എന്ന് പറയുന്ന പോലത്തെ എക്സ്പ്രഷനാണ് ഒരു സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റോളം ഉള്ളത്. അവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ടൊവിനോയുടെ ക്യാരക്ടറിനെ എടുത്തു വളർത്തുന്ന ഒരു ചേച്ചി ക്യാരക്ടറുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചത്താ പച്ചയിലെ പെൺകുട്ടിയാണ്. അവൾ അടിപൊളിയാണ്. അവളുടെ ചിരി കാണാൻ എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇങ്ങനെ പേടിച്ചരണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ടൊവിനോ വന്നു കഴിയുമ്പം അതിൻ്റെ ഒരു രസമുണ്ട്, ഒരു ചാമുണ്ട്. അതങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ ഡയലോഗ് പറയുമ്പോഴാണെങ്കിലും നമുക്ക് ഈ പറയുന്നൊരു പഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പഞ്ച് ഫീൽ ചെയ്യിക്കേണ്ട ഡയലോഗുകൾ വേറെയും അഭിനേതാക്കൾക്ക് ക്യാരക്ടേഴ്സിനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പം നെഗറ്റീവ്സിൽ പറയേണ്ടതാണ്. എന്നാലൊരു ഫ്ലോയിൽ നമുക്കങ്ങ് പറഞ്ഞു പോകാം. കയാതും ഒരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവർ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആ ലോകത്ത് തന്നെയാണ് അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതുപോലെ ഡയലോഗ് ഡെലിവറി, പ്രത്യേകിച്ച് ആദ്യത്തെ സീക്വൻസിലൊക്കെ അവർ ഡയലോഗ് പറയുമ്പോൾ അവരുടെ മുഖത്ത് ക്യാമറ വെക്കുന്നില്ല, അത് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവരെ കാണിക്കുന്ന, അതായത് ഇവരുടെ ഫേസ് കാണിക്കുന്ന ഫസ്റ്റ് ഇൻട്രൊഡക്ഷന് മുമ്പ് ഒരു ദുരന്ത സീനുണ്ട്. ആ ദുരന്തത്തിന് ശേഷം അവർക്ക് ഇങ്ങനെ ചിരിച്ച് ജോളിയായിട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ? നായികയാണ്, നായകൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരേണ്ടതാണ്. പക്ഷേ ആ ക്യാരക്ടറിന് കുറേ ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒരു അഭിനേത്രിയായിട്ടാണ് എനിക്ക് കയാതുവിനെ ഫീൽ ചെയ്തത്. കൊണ്ട് നിർത്താന്ന് പറയുന്ന അതിനപ്പുറത്തേക്ക് അതിലും നന്നായി ഈ സിറ്റുവേഷനെയും ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഉൾക്കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന അഭിനേതാക്കൾ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് പറയുന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നും. പിന്നെ ഒരു പോലീസുകാരൻ, വില്ലൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി. പക്ഷേ ആരും അങ്ങനെ നമുക്ക് ദി ബെസ്റ്റ് എന്ന് പറയാനുള്ളതില്ല. പിന്നെ തുടക്കത്തിലുള്ള കുറേ ക്യാരക്ടേഴ്സും ഡയലോഗ്സും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്, ഇവർ ഈ സമയമാകുമ്പോൾ കൊല്ലാൻ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ വളരെ പ്രഡിക്റ്റബിൾ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ഒരു സെറ്റ് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ടൊവിനോ ഫാക്ടർ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമേനെ ഭയങ്കരമായിട്ടെന്ന് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിനുള്ള, അതായത് പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ പഞ്ചഭാവമാണ്, പക്ഷേ ചട്ടമ്പിത്തരമുണ്ട്, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു മനസാക്ഷിക്കുത്തുള്ളൊരുത്തൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അത് രസമായിട്ട് ടൊവിനോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥാപരമായിട്ടോ അല്ലെങ്കിൽ ഈ ഡയലോഗ്സിലൂടെയൊക്കെ വരുന്ന ആ ഇമോഷണൽ ഒരു സാധനമില്ലേ, അതിന് സിനിമയെ കാര്യമായി ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്ത് പോലും വിഷ്വൽ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നി. അതിൽ തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം ടൊവിനോ വരുമ്പോഴുള്ള ആദ്യത്തെ ഫൈറ്റാണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ആൾക്കാരെ എടുത്ത് മറിച്ചടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾക്ക് അവർ മാറ്റ് ഇട്ടിട്ടുണ്ടാകും. എന്നിട്ട് VFXൽ ഈ മാറ്റ് മായ്ച്ച് കളയും. അതായത് വീഴുന്നത് തറയിലല്ല, പക്ഷേ VFXൽ അത് തറയാക്കി മാറ്റുന്നതാണ്. പക്ഷേ ഇവിടെ അത് പെട്ടെന്ന് അറിയാനുണ്ടായിരുന്നു. ടൊവിനോയുടെ കാലിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മാഞ്ഞു പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഫൈറ്റ് അങ്ങോട്ട്, അത് നമ്മൾ നെഗറ്റീവ്സിൽ പറയേണ്ടതാണ്. ഫൈറ്റ് ഈ പഞ്ച് വന്നില്ല. അതായത് വിഷ്വലി അവരുടെ ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ ഈ പറയുന്ന സാധനം
ഒരു 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 പഞ്ചില്ലാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് വൈസ് അതിനെ എടുത്തു വെക്കാനുള്ളൊരു ശ്രമം അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വിഷ്വൽസ് പറയണം, വിഷ്വൽസ് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ച് ക്ലാസിക് പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് 2 ഡിസ്റ്റൻസിൽ നിൽക്കുന്ന 2 ആൾക്കാരുടെയും ഫേസ് ഫോക്കസിൽ വരുന്ന ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ്, ആക്ച്വലി അതിൽ കൊറിയോഗ്രഫിയിൽ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ അവർ കുറച്ച് തീയും പുകയൊക്കെ ഇട്ട് മാക്സിമം മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള വിഷ്വൽ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പഞ്ച് ത്രൂ ഔട്ട് ദ മൂവി സിനിമേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയിലെ പൊളിറ്റിക്സ് പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും നേർക്കുനേർ എതിരികളായി നിന്നിരുന്നൊരു സമയത്തെ ആ ഒരു കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു മലയുടെ മുകളിൽ നമ്മളൊരു കുരിശ് വെച്ചിട്ടുണ്ട്, നമുക്ക് പണയണം എന്നൊക്കെ വിജയരാഘവൻ്റെ ക്യാരക്ടർ ഭയങ്കര ആത്മാഭിമാനത്തോടെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഇയാളിത് എന്തേ വിളിച്ച് പറയുന്നത് എന്ന് നമുക്ക് ഇന്ന് തോന്നും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് കൊണ്ട് കുരിശ് വെച്ച് അവിടെ പള്ളി പണിയോ നമ്മുടെ സ്ഥലമായിട്ട് അവരങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അതെനിക്ക് അത്ര ഒരു നല്ല പരിപാടിയായിട്ട്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഇവരുടെ ഈ ശത്രുത തുടങ്ങുന്നതിൽ അവിടെ ഒന്നും കൺവിൻസിംഗ് ആയിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് തോന്നി. വിശ്വാസികൾ അതിൻ്റെ ഇമോഷൻ ആ ഒരു സ്ഥാനത്തിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറി പിടിക്കാനുള്ള ഒരു പള്ളിയുടെ വ്യഗ്രത എന്നുള്ള രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിലൊരു ഇമോഷണൽ കണക്റ്റ് വന്നില്ല. അത് കഴിഞ്ഞ് ഒരു പട്ടേലരെ കാണിക്കുന്നുണ്ട്, ഒരു നമ്പ്യാർ. പുള്ളി ആളുകളെയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ പോലും അയാളുടെ മുന്നിൽ വരുമ്പോൾ പേടിച്ച് വിറച്ച് പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്തിരുന്നോ? അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ആ ഒരു ലൈനിൽ ഭയങ്കര ഞാൻ പറയുന്നത് ഇതൊന്നും കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിച്ചില്ല. ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും, ഈ സിനിമയിൽ പറയുന്ന കുറച്ച് KGF ലൈൻ പരിപാടികളുണ്ട്, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ സിനിമ കാണുന്ന സമയത്ത് ഏട്ടാ മോനെ എന്ന് നമുക്ക് തോന്നണമല്ലോ, ഇതിങ്ങനെ കയറ്റിയതായിരിക്കുമല്ലേ, ഇത് അവിടെ നിന്ന് എടുത്തതായിരിക്കുമല്ലേ എന്ന് പറയുന്ന പോലെ ചിന്തിക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റും ക്രിസ്ത്യാനികളും തമ്മിലുള്ളൊരു ഫൈറ്റ് പോലെ ആരംഭിച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് പിന്നെ വേറെ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് അധികം കിടക്കുന്നില്ല. പക്ഷേ ആരെയും വേദനിപ്പിക്കാതെ നമ്മളൊരു ക്ലൈമാക്സ് കണ്ടുപിടിച്ചിരിക്കുന്നു, യുറേക്ക എന്ന് പറയുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഒരു റൊമാൻറ്റിഫിക്കേഷൻ പരിപാടിയുണ്ട്. അത് എല്ലാവർക്കും റൊമാൻറ്റിഫിക്കേഷൻ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു നല്ല പരിപാടിയായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. പിന്നെ നെഗറ്റീവ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂടി നല്ല സംഭാഷണങ്ങൾ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് നന്നായി ഡെലിവർ ചെയ്യപ്പെടണമായിരുന്നു എന്ന് തോന്നുന്നു. അത് ക്യാപ്ചർ ചെയ്യപ്പെടണമായിരുന്നു. ഇതിൻ്റെ ഇമോഷണൽ സൈഡ് നല്ലോണം വർക്ക് ചെയ്യണമായിരുന്നു. അതേപോലെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി കുറേ കൂടി ബെറ്റർ ആകണമായിരുന്നു. നല്ലൊരു നായിക, വിപ്ലവത്തിൻ്റെ തീവ്രതയാണെങ്കിലും വിശ്വാസത്തിൻ്റെ സംഭവമാണെങ്കിലും അതൊക്കെയും കുറേയും കൂടി വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒത്തിരി വർക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സാധനം കിട്ടിയില്ല. നമ്മൾ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സാധനമുണ്ട്, ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇവർ ഇങ്ങനെ ആകും, ആ പോർഷൻസൊക്കെ കത്തിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങോട്ട് അതങ്ങ് കിട്ടിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയുടെ അമിതഭാരവുമായി തിയേറ്ററിലേക്ക് പോയതിൻ്റെ ആയിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് വൺ ടൈം വാച്ചബിൾ എന്നുള്ളതിനപ്പുറത്തേക്ക് വളരാൻ സ്കോപ്പ് ഉണ്ടായിട്ടും എഫേർട്ട് ഇട്ട് വളർത്തിയില്ലല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു അനുഭവമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.